അപ്പോൾ 2025 കാര്യത്തിൽ തീരുമാനം. 2025 ഡയറിയിൽ അവസാന പേജിൽ വർഷാവലോകനമെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എഴുതി ആ ഒരു ഡയറി അടച്ചു വെച്ചു. ആൻഡ് അത് മറ്റ് ഡയറികളുടെ കൂട്ടത്തിലേക്ക് അടുക്കി വെച്ചു. 2023 ഞാൻ എൻ്റെ ഡയറി എടുത്ത് തുടങ്ങുന്നത്. അതുകൊണ്ട് ഈ ഒരു ഡയറി എനിക്ക് വളരെ സ്പെഷ്യലാണ്. അത് വെറുതെ എടുത്ത് തുറന്നൊക്കെ നോക്കി വെറുതെ നൊസ്റ്റാൾജി അടിച്ച് ചാവാൻ. അതിനുശേഷം 2024 ഡയറിയിൽ നോക്കില്ല എന്നുള്ള കംപ്ലയിൻറ്റ് വേണ്ട. വെറുതെ അതും എടുത്ത് തുറന്ന് നോക്കിയപ്പോഴാണ് ഒരു വിരുദ്ധനെ എൻ്റെ കണ്ണ് കണ്ടത്. ₹1 നോട്ട്. ഇതെങ്ങനെ ഇതിൻ്റെ അകത്ത് വന്നെന്ന് എനിക്ക് ഇപ്പോഴും ഒരു ഓർമ്മയും പിടിക്കില്ല. എന്നാലും അതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാണ്ട് ഡയറിയിലേക്ക് തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ 2026 ഡയറി ഹനുമാൻ ചാലിസ ഫ്രീ കിട്ടിയാലേ ₹20 കിട്ടിയതിനെ കൊണ്ട് വാങ്ങിച്ചതിൻ്റെ അപ്പുറം കിട്ടാം. ഇതിൻ്റെ പേജ് ക്വാളിറ്റി അത്ര ശരിയില്ല. എന്നാലും ഞായറാഴ്ച ഫുൾ സ്കെയിൽ കിട്ടുന്നുള്ളതിനെ കൊണ്ടാണ് ഞാൻ ഈ ഡയറി മെയിനായിട്ട് വാങ്ങാനുള്ള കാരണം. പിന്നെ ഡയറി മൊത്തത്തിലൊന്ന് ഇൻസ്പെക്റ്റൊക്കെ ചെയ്തു. ഒരു ഗുഡ് ലക്ക് ചാർമൊക്കെ ഒട്ടിച്ച് ഡയറി എഴുത്ത് തുടങ്ങുകയാണ്. ഡയറി എഴുത്ത് മാത്രമല്ല ഈ വർഷവും നന്നാവട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് 2026